വീണ്ടും ഒരു അവയവദാനം കൂടി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്ലിയ ജോൺസൺ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, മസ്തിഷ്ക മരണം സംഭവിച്ചു പോയൊരു പെൺകുട്ടി 4 പേർക്ക് പുതുജീവൻ നൽകുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ വാർത്താ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമുണ്ട്. ഈ പറയുന്ന പെൺകുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞൊരു കൂട്ടം പെൺകുട്ടിയുടെ സഹപാഠികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒക്കെ രംഗത്ത് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതില് ഈ ആക്സിഡന്റിൽ മരണപ്പെട്ടതാണ്. അപ്പോൾ ആക്സിഡന്റ് ആയ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിരുന്ന വ്യക്തിയെ അറിയാം, വണ്ടിയുടെ ഉടമസ്ഥനെ അറിയാം, വണ്ടി എല്ലാം അറിയാം, എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് അവരെ വിളിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നു. നമ്മൾ കേൾക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ സമൂഹത്തിൽ കുറച്ച് ഉയർന്ന നിലയും വിലയുമുള്ള ആളുകൾക്ക് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ പോലീസിനെ അവരെ വിളിച്ച് ചോദ്യം ചെയ്യാൻ ഒരു മടിയുണ്ട് എന്നൊരു അപഖ്യാതി നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. അതിനെ വീണ്ടും സത്യമാണെന്ന് തെളിയിക്കുന്നതാണോ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണെങ്കിൽ. ഇപ്പോൾ ഈ കുഞ്ഞിന് ആക്സിഡന്റ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ്. ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന 4-ാം തീയതി. 3-ാം തീയതി കുഞ്ഞിന്റെ ഈ പറഞ്ഞ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നു. ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ കുഞ്ഞിന്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി ചെല്ലുന്നുണ്ട്. അവിടെ പോയി മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഇടിച്ചേറി പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമല്ല. എന്തുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യുന്നില്ല? ഞങ്ങളുടെ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങ് പൂർത്തിയാകുന്നതിന് മുൻപ് സിറിയക് എന്ന ആളെ അറസ്റ്റ് ചെയ്യണം. ഇതാണ് അവരുടെ ആവശ്യം. ആദ്യ കുറച്ച് മണിക്കൂറുകൾ ആരാണ് വണ്ടി ഇടിച്ചത്, ഏത് വണ്ടിയാണ് എന്ന് അറിയില്ലായിരുന്നു. അതിനുശേഷം ഒരു മഹീന്ദ്ര XUV 700 കാറാണെന്ന് തിരിച്ചറിയുന്നു. അതൊരു ജോർജ് മാത്യു എന്ന വ്യക്തിയുടെ പേരിലുള്ള വണ്ടിയാണെന്ന് തിരിച്ചറിയുന്നു. അതിനുശേഷം സിറിയക് എന്ന പേരുള്ള മകനാണ് ആ വണ്ടി ആ സമയത്ത് ഓടിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ സിറിയക് എന്ന് പറയുന്ന വ്യക്തി ഒരു ഡോക്ടറാണ്. ഒരു ഡോക്ടർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പായും ഓർമ്മ വരുന്നത് ജീവൻ രക്ഷിക്കുന്ന ആൾ എന്നുള്ള ലേബലിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു ഹർഷ, റോഡിൽ ഒരു വാഹന അപകടത്തിൽ ഒരു ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ഒരാൾ നിശ്ചലമായി റോഡിൽ കിടക്കുന്ന ഒരു വീഡിയോ ശരിക്കും സംഭവിച്ചതാണ്. CCTV വിഷ്വൽസ് ആണ് നമ്മൾ കണ്ടത്. നിശ്ചലമായി കിടക്കുന്നു. ഒരു കാർ വന്ന് നിൽക്കുന്നു. ഒരു ഡോക്ടർ അതിൽ നിന്ന് ഇറങ്ങുന്നു. അയാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. കാല് ബുദ്ധിമുട്ടിയാണ് അയാൾ നടക്കുന്നത്. റോഡിൽ വെച്ച CPR കൊടുക്കുന്ന ഒരു ഡോക്ടറെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഉറക്കമില്ലാതെ, റെസ്റ്റ് എടുക്കാതെ, പ്രോപ്പറായിട്ട് സ്വന്തം കാര്യം നോക്കാതെ, കുടുംബം നോക്കാതെ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഒരു കുട്ടിയെ വണ്ടി ഇടിച്ചിട്ടു, അബദ്ധമായിരിക്കാം. ഇപ്പോൾ റോഡിലൂടെ പോകുന്ന ഒരു കുഞ്ഞിന്റെ അദ്ദേഹത്തെ അറിയാതെ വണ്ടി ഇടിച്ച് വീഴ്ത്തി. അത് വണ്ടി നിർത്താതെ പോകുക എന്ന് പറയുന്നത് ഡോക്ടർ എന്നല്ല, എഞ്ചിനീയർ എന്നല്ല, ഏത് ജോലി ചെയ്യുന്ന ആളായാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഉറപ്പായും സംഭവിച്ചു പോയതായിരിക്കാം, മനഃപൂർവ്വം ഒരാളെ ഇടിച്ചിട്ടതായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് ന്യൂസ് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുകയായിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, ഈ പറഞ്ഞ വളവ് എന്ന് പറയുന്നത് ഒരു കൊടും വളവാണ്. പരിചയമില്ലാത്ത ആൾക്കാർ അതുവഴി വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ സൈഡിൽ ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിന്റെ മതിലിൽ സ്ഥിരമായിട്ട് വണ്ടികൾ ഇടിച്ചു നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കൗൺസിലർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പ്രശസ്ത നിർമ്മാതാവും അതുപോലെ തന്നെ ഗോകുലം ഹോസ്പിറ്റലിന്റെ ഒക്കെ MD ഒക്കെ ആയ ഗോകുലം ഗോപാലന്റെ മകൻ, അദ്ദേഹം വാഹനാപകടത്തിൽ മരിക്കുന്നത് അതേ സ്ഥലത്താണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുൻപും വർഷങ്ങളോളം അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ റോഡ് നിർമ്മാണം, അതുപോലെ തന്നെ ആ വളവ്, ഇതെല്ലാം അശാസ്ത്രീയമാണ്. അതുപോലെ തന്നെ അപകടങ്ങൾക്ക് കാരണമുണ്ടാക്കുന്ന കൊടും വളവാണ് എന്നുള്ളത് അധികൃതർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും മാറ്റാൻ അവർ തയ്യാറായിട്ടില്ല. അടുത്തൊരു കോളേജ് ഉണ്ട്, കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. അവർക്ക് നടക്കാൻ കൃത്യമായൊരു ഫുട്പാത്ത് ഇല്ല. റോഡിന്റെ സൈഡിൽ കൂടിയാണ് ആ കുഞ്ഞുങ്ങൾ നടക്കുന്നത്. കൃത്യമായി ദൂരയാത്ര വരുന്ന നല്ല ഹൈ സ്പീഡിൽ വണ്ടികൾ വരുന്ന സ്ഥലത്ത് ഈ സൈഡിൽ കൂടെ നടക്കുന്നത് എത്ര അപകടകരമാണ്. അതുപോലെ അവിടെ കൂടെ ഒരു ഓട പോകുന്നുണ്ട്. ഒട്ടും സുരക്ഷ ഒരുക്കാത്ത രീതിയിലുള്ള സ്ഥലമാണ് അവിടെ ഉള്ളത്. അവിടെ തന്നെ ഈ കുഞ്ഞ്, ഇപ്പൊ ജാസ്ലിയ ജോൺസൺ എന്ന് പറഞ്ഞ കുട്ടി 19 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ കുട്ടി പാർട്ട് ടൈം ജോലി കൂടി ചെയ്ത് അച്ഛനെയും അമ്മയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. 2ാം വർഷ BCom വിദ്യാർത്ഥിനിയാണ്. അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ സ്വന്തം അമ്മയെ കോളേജിൽ ചേർത്ത് ബിരുദത്തിന് കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചൊരു കുഞ്ഞാണ്. കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരാളെന്ന് വേണം പറയാൻ. അപ്പോൾ അത്രയും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് 19ാം വയസ്സിലെ പാർട്ട് ടൈം ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം എന്താകണമെന്ന് ആ കുഞ്ഞു സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുഞ്ഞിനെ ഒറ്റ രാത്രി കൊണ്ട് ആ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാക്കി.
എന്നാലും അവിടെയും ഈ പറഞ്ഞ മനഃശക്തി ഒക്കെ വീണ്ടെടുത്ത് 4 ജീവനുകൾ കൊടുക്കാൻ ആ കുടുംബം തയ്യാറാവുകയാണ്. എന്നിട്ട് പോലും ഒരു 4 ജീവൻ കൊടുക്കാൻ തയ്യാറായ ആ കുഞ്ഞിന് നീതി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം പോലും പോലീസ് ഇവിടെ നടത്തുന്നില്ല. അതെ, ഈ പറയുന്ന കുട്ടിയുടെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒരു അവയവദാനം വന്നതുകൊണ്ട് ഇതൊരു വാർത്തയായതുകൊണ്ടായിരിക്കും നമ്മൾ പോലും ഇത് ചർച്ച ചെയ്തത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന സിറിയക്കാണെങ്കിൽ പോലും നമ്മുടെ ചർച്ചാ വിഷയമാകില്ലായിരുന്നു. ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു അപകടമായി കണ്ടുകൊണ്ട് തന്നെ അയാൾ വീണ്ടും ഇതുപോലെ തന്നെ വാഹനം ഓടിക്കും. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഓവർ സ്പീഡ്, ഇത്തരത്തിലുള്ള ഹെയർ പിൻ വളവുകളൊക്കെ ഒട്ടും ശ്രദ്ധയില്ലാതെ പോകുന്ന എത്രയോ ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇവർക്ക് അതൊന്നൊരു ഭയമുള്ള കാര്യമല്ല. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ചെറിയൊരു ആക്സിഡന്റ്, അവർക്ക് അതിനുശേഷമായ വണ്ടി ഇടിച്ച് താഴെ വീഴുന്ന ആൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും നോക്കാതെ ഈ പറയുന്ന വണ്ടിയുടെ ഉടമസ്ഥനായാലും വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിലും തിരിഞ്ഞു നോക്കാതെ പോകുന്നൊരു സാഹചര്യം അത് പലപ്പോഴേ നമ്മൾ കാണുന്നതാണ്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ പോലീസിന്റെ അനാസ്ഥ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ മേഘ പറഞ്ഞതുപോലെ എല്ലാ ഡീറ്റെയിൽസ് കിട്ടിയിട്ടും ഒന്ന് ചോദിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. അത് എന്തുകൊണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയായിട്ട് നിൽക്കുകയാണ്. ഈ പറയുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് ഒരു പക്ഷേ ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അവർക്ക് ഇതിന്റെ പുറകെ പോകാൻ സാധിക്കില്ല എന്നുള്ള പോലീസിന്റെ ധാരണയായിരിക്കാം ഈ കേസിൽ അത്രത്തോളം ഒരു ഇൻട്രസ്റ്റ് പോലീസ് കാണിക്കാതിരിക്കുന്നത്. അതെ, ഇപ്പൊ ഈ സിറിയക എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഫോട്ടോ മാത്രമാണ് പുറത്തുള്ളത്. ഫോട്ടോ മാത്രമെന്നല്ല, ഒരു ഫോട്ടോ പുറത്തുണ്ട്. എന്നാലും ഇദ്ദേഹത്തെ എന്തുകൊണ്ട് പിടികൂടാൻ സാധിക്കുന്നില്ല? അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, മനസാക്ഷി ഒന്നൊന്നില്ലേ? ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായി, ഇതേ പ്രായമുള്ള ഇതുപോലെ പഠിക്കുന്ന മക്കളുള്ളവരാണ് ഈ പോലീസ് സേനയിൽ എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇവർക്കെല്ലാം ഉറപ്പായും ഒരു മനസാക്ഷി കുത്തുണ്ടാവുക, ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്ത വ്യക്തിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. 4 ദിവസങ്ങൾ പൂർത്തിയാകാൻ പോവുകയാണ് ഈ അപകടം നടന്നതിന് ശേഷം. അപ്പോൾ ഈ പറഞ്ഞ ജാസ്ലിയ ജോൺസന്റെ സഹപാഠികളും അതുപോലെ തന്നെ അധ്യാപകരും പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി ഇന്ന് പ്രതിഷേധം നടത്തുന്നു. അതുപോലെ തന്നെ KSU പ്രവർത്തകരും ഇതുപോലെ പ്രതിഷേധം നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പോലും ഈ ഘട്ടത്തിൽ പോലും ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 4 മണിയോട് എടുക്കുമ്പോൾ പോലും ഇത്തരം ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടൊന്നും കാണുന്നില്ല. എന്ത് തന്നെയായാലും റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ കൂടുന്നുണ്ട്. അതെ, ഹർഷ പറഞ്ഞതുപോലെ ഓവർ സ്പീഡ് കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെല്ലാം വലിയ ഫാക്ടറാണ് ഈ പറഞ്ഞ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, അതുപോലെ തന്നെ ഫുട്പാത്ത് ഇല്ലായ്മ, കുട്ടികൾക്ക് ഏത് സൈഡിൽ കൂടെയാണ് നടക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ നമ്മൾ ഈ കണ്ട വീഡിയോയിലെല്ലാം കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ ഒന്ന് ഇടിക്കുന്നതൊക്കെ പതിവാണെന്ന്. ഒരു കോളേജിൽ പഠിക്കുന്ന 19, 18, 20 വയസ്സുള്ള കുട്ടികളൊക്കെ ഇതൊക്കെ ഇവിടെ നോർമലാണ്, ഞങ്ങൾ ആക്സിഡന്റ് കണ്ടിട്ടുണ്ടെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അത്രയേറെ ആക്സിഡന്റുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അതെന്ന് അറിഞ്ഞിട്ടും നടപടി എടുക്കുന്നില്ല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ അവിടെ മാത്രമല്ല നമ്മുടെ ശാസ്ത്രീയമായി പണിത പല റോഡുകളുടെയും കാര്യം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചിലയിടങ്ങളിൽ പാച്ചപ്പ് വർക്കുകൾ, ഇപ്പോൾ മഴ കൊണ്ട് വലിയ കുഴികളൊക്കെ ഉണ്ട്, അതിനുശേഷം അവിടെ റോഡിന് നടുക്കൊക്കെ പാച്ചപ്പ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ കുഴിയിൽ ചാടിയാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ അപകടം ആ ഒരു പാച്ചപ്പ് ചെയ്ത ടാറിന് മുകളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴായി ഇപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകളാണ്, നമുക്ക് തന്നെ അത് പലപ്പോഴായി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അതിന് മുകളിലൂടെ പോകുമ്പോൾ മാത്രം നമ്മുടെ വണ്ടി ഒന്ന് സ്ലിപ്പ് ആവുക, അല്ലെങ്കിൽ ഒന്ന് വീഴാൻ പോകുക, അത് സ്വാഭാവികമായി അവിടെ വീഴ്ചകൾ സംഭവിക്കുന്ന, അപകടങ്ങൾ സംഭവിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അന്ന് ആ കുഴി അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരില്ല. അത്തരത്തിൽ ശാസ്ത്രീയമായി ആയിക്കോട്ടെ അല്ലെങ്കിൽ അശാസ്ത്രീയമായിക്കോട്ടെ താൽക്കാലികമായി പണിതു വെക്കുന്ന കുറെ റോഡുകൾ, താൽക്കാലികമായി പണിതു വെക്കുന്ന സുരക്ഷാ സംവിധാനം ഇല്ലാത്ത കുറെ സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന കേസിലാണെങ്കിൽ പോലും ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഇത്രേ തനിക്ക് ശിക്ഷ ലഭിക്കൂ എന്നുള്ള കൃത്യമായ ബോധ്യം ഈ പറയുന്ന ആളുകൾക്കുള്ളത് കൊണ്ടാണ് ഇതിനെ വലിയ കാര്യമാക്കി എടുക്കാതെ, അല്ലെങ്കിൽ ഇത്രയും വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ പറയുന്ന സിറിയക്ക് ഇപ്പോൾ എവിടെയാണ്? ഈ ഒരു നിമിഷം പോലും അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം ഈ ഒരു വാർത്ത കാണാതിരുന്നിട്ടില്ല, തീർച്ചയായിട്ടും കണ്ടു കാണും. സ്വാഭാവികമായും താൻ ഇടിച്ച വാഹനത്തിൽ തന്റെ വാഹനം ഇടിച്ചിട്ടാണ് ആ കുട്ടി മരണപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ പറയുന്ന വ്യക്തിക്കും അറിയാൻ സാധിക്കും. എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ ഇനി പുറത്തു വന്നാൽ എന്തായിരിക്കാം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ? ഇത്രയും സമയം അകത്ത് ഒളിച്ചിരുന്നവൾ, അല്ലെങ്കിൽ ഇത്രയും ദിവസം ഒളിവിലിരുന്ന സമയത്ത് ഇനി പുറത്തു വന്നാൽ ഈ മാധ്യമ കൂട്ടങ്ങളും അല്ലെങ്കിൽ ജനങ്ങളും കടിച്ചു കയറുമെന്നുള്ള കൃത്യമായ ബോധ്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഇത്രയും വലിയൊരു മഹാമനസ്കത തന്നെയാണ്. കാരണം 4 പേരുടെ ജീവൻ അല്ലെങ്കിൽ 4 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ തെല്ലും ചെറിയ കാര്യമല്ല. ഇതിനു മുൻപ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പോലും വെറും 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഇത്തരത്തിൽ 5 പേർക്ക് ജീവൻ നൽകി എന്ന് പറയുമ്പോൾ പ്രായം എത്രയോ ആയിക്കോട്ടെ, 4 ഇനിയിപ്പോൾ ഒരാൾക്ക് ജീവൻ നൽകിയാലും അത് വലിയൊരു കാര്യം തന്നെയാണ്. ആ കുട്ടിയുടെ കുടുംബം ആണെങ്കിൽ പോലും ഇത്രയും വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിയത് വലിയൊരു കാര്യം തന്നെയാണ്.